വാദ പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോട് മത്സരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് വിമർശനം. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ നാഗ്പൂരിലെ കാവ്യ രാഷ്ട്രീയത്തിന്റെ ഗുഹാമുഖത്തേക്ക് ആട്ടിത്തെളിക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയാകുന്നു, വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അതിനിടെ സമസ്ത മുഖപത്രത്തിന്റെ വിമർശനം, മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം. റിജിത്ത്, ഈ മലപ്പുറം ജില്ല മറ്റൊരു പ്രത്യേക രാജ്യമാണെന്നും ഇവിടെ ഈഴവർക്ക് അവഗണനയാണ് എന്നുള്ളതുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദമായ പരാമർശം. ഈ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമസ്ത മുഖപത്രം സുപ്രഭാതമാണ് ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വരുന്നത്. ഈ ഫ്രം കാണിച്ചുകുളങ്ങര ടു നാഗ്പൂർ എന്നുള്ള തലക്കെട്ടിലാണ് ഈ സുപ്രഭാതം പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ വിദ്വേഷ പ്രസംഗത്തിൽ പരാമർശങ്ങളിൽ PC ജോർജിനോട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിനെ നാഗ്പൂരിലെ കാവ്യ രാഷ്ട്രീയത്തിന്റെ ഗുഹാമുഖത്തേക്ക് ആട്ടിത്തെളിച്ച് കൊണ്ടുപോവുകയാണ്. നാഗ്പൂരിലേക്കുള്ള ദൂരം ഈ വെള്ളാപ്പള്ളി നടേശൻ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദ, ജാതിമത രാഷ്ട്രീയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗഹൃദമൊക്കെ തന്നെ തകരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ SNDPയുടെ പ്രവർത്തകർ ആലോചിക്കുന്നുണ്ടോ എന്തോ എന്നുള്ളതുമാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സമാനമായ രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഈ വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നു. മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരാണെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കള്ള് ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നാണ് ഗുരു പറയുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ബാർ നടത്തി കാശുണ്ടാക്കാം എന്നുള്ളതാണ്. അപര സമുദായത്തെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് ഗുരു പറയുമ്പോൾ അപര സമുദായക്കാർക്ക് ദോഷം വരുമ്പോൾ ആത്മസുഖം തോന്നുന്നവരാവണം നമ്മൾ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ മുഖപത്രം പറയുന്നത്.